നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതുകൊണ്ടാണ് സ്കൂളിൽ പോയതെന്നും തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും വേടനെ ചേർത്ത് നിർത്തിയ സർക്കാർ തന്നെ തള്ളിക്കളയുകയാണ് എന്നും മുകേഷ് എം നായർ പറഞ്ഞു. ഞാൻ ആ വാർത്ത കണ്ടു, മുകേഷിനെ വിളിച്ചു, മുകേഷിനെ അറിയിച്ചു. പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാം മുൻനിര തലക്കെട്ടായി ടോപ്പ് ഹെഡ്ലൈനായിട്ട് ഒരു വാർത്ത വന്നു. മുകേഷിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവത്തിൽ മുഖ്യ അതിഥിയായി എത്തി മന്ത്രി അദ്ദേഹം ബഹുമാനപ്പെട്ട ശ്രീ ശിവൻകുട്ടി സാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രി ഇതിനെ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹത്തെ കോടതി അനുകൂലിച്ചു. മന്ത്രിക്ക് എങ്ങനെ എതിർക്കാൻ കഴിയും? അതായത് നമ്മുടെ നാട്ടിലെ സംവിധാനം വെച്ച് ബഹുമാനപ്പെട്ട കോടതി ശ്രീ മുകേഷ് നായർക്ക് വളരെ അനുകൂലമായ ഒരു വിധി കൊടുക്കുകയും സാധാരണ കാര്യത്തിൽ നിന്ന് വിഭിന്നമായി, പൊതുവെ ഈ പോക്സോ കേസുകളിൽ മുൻകൂർ ജാമ്യം അത്ര എളുപ്പം കൊടുക്കാറില്ല, ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ആ വിധിന്യായത്തിന്റെ ഭാഗമായി കോടതി വിധിയുടെ ഒരു ഉദ്ധരണിയായി കോട്ടായി പ്രൈമ ഫേസി പ്രഥമ ദൃഷ്ടിയ വ്യാജമായിട്ടാണ് ഇദ്ദേഹത്തെ അടക്കമുള്ള വ്യക്തികളെ ഈ കേസിലേക്ക് വലിച്ചടിച്ചതെന്ന് പറഞ്ഞു. പുള്ളി ചെയ്ത എന്താണെന്ന് കൂടെ പുള്ളി പറയാം, അത് പറഞ്ഞിരിക്കണം. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചു. അതിലൊരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു. ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം അമ്മയും ഉണ്ടായിരുന്നു. ഈ യാതൊരു പ്രശ്നമില്ല, എല്ലാവരും സന്തോഷത്തോടെ പോയി. 2 മാസത്തിന് ശേഷം ശ്രീ മുകേഷിനോട് വിളിച്ച് ആ പെൺകുട്ടി കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛൻ എന്തോ വയ്യാതിരിക്കുകയാണ്, സ്വാഭാവികമാണ്. പക്ഷെ ഇദ്ദേഹം അത് കൊടുത്തില്ല. ഇദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഈ കുട്ടി ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് നോട്ടായിട്ടാണ് ചോദിച്ചത്. അതായത് വോയിസ് നോട്ടായിട്ട് കാശ് ആണ് ചോദിച്ചത്. അതടക്കം കോടതിയിൽ സമർപ്പിച്ചു. അപ്പൊ ഈ വ്യാജ കേസുകളുടെ പേരിൽ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്തുക? ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി മുകേഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വരി കൂടി സ്വാഭാവികമായി എനിക്ക് തോന്നിയൊരു സംശയമാണ്. അതായത് ഞാൻ വളരെ മതസൗഹാർദ്ദവാദിയാണ്, ജാതി മതങ്ങളുടെ എല്ലാം പരിപാടിക്ക് പോകുന്ന വ്യക്തിയാണ്, എല്ലാവരെയും കഴിയുന്നത്ര ഒരുമിച്ച് നിർത്തി പോകുന്ന വ്യക്തിയാണ്. എന്നോട് ആലങ്കാരികമായ രാഹുൽ ഈശ്വർ സുഖമാണോ എന്ന് ചോദിച്ചാൽ അയ്യപ്പനും ബാബരും വെളുത്തെ സുഖമാണ് എന്ന് പറഞ്ഞിട്ട് സുഖമാണെന്നാണ്. അപ്പൊ എല്ലാവരുടെയും ഐക്യത്തിൽ പോകുന്ന വ്യക്തിയാണ്. പക്ഷേ സ്വാഭാവികമായി ഞാനെന്ന വ്യക്തിക്ക് തോന്നിയൊരു വേദനയായിട്ട് ചോദിക്കുകയാണ്. ആരെയും മോശമായിട്ട് പറയാനല്ല, ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ ഇത് പറയാനല്ല. വേടൻ, അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് വന്നപ്പോൾ അദ്ദേഹം ആ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് ബഹുമാനപ്പെട്ട കോടതിയിലും മറ്റും തെളിയുകയുണ്ടായി. എന്നിട്ട് പോലും ഇടതുപക്ഷ ഗവൺമെന്റ് വേടനെ ചേർത്ത് പിടിക്കുകയുണ്ടായി. അത് നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ചെയ്യണം. ഞാനൊക്കെ എന്നാൽ കഴിയുന്ന വിധം വേടനെ സപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമങ്ങളിൽ വന്നത്. ശശികല ടീച്ചർ അടക്കം വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചത് അപലപനീയമാണെന്നും അത് പിൻവലിക്കണമെന്നും ഒക്കെ ശക്തമായ നിലപാടെടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. വേടനടക്കം കേസിൽ പ്രതിയാണെന്ന് കണ്ട് കേസ് സത്യമാണെന്ന് തെളിഞ്ഞ് ആ വേടന് പോലും വീണ്ടും വേദി കൊടുത്ത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ചേർത്ത് പിടിക്കുമ്പോൾ മുകേഷ് നായരെ മനഃപൂർവ്വം ചവിട്ടി അകറ്റുന്നതിന്റെ റീസൺ എന്താണ് എന്ന് സ്വാഭാവികമായ ചോദ്യം വരില്ല. അതായത് മുകേഷ് എന്തായാലും കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് നിരപരാധിയാണ് എന്ന തരത്തിലാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു. വേടന് തീർച്ചയായിട്ടും അനുകൂലമായി വേടന് വേദി കൊടുക്കുന്നു, വേടന് ഹീറോ ആക്കുന്നു. അങ്ങനെ ആക്കണം. വേടൻ ഒരുപാട് നമ്മുടെ പിന്നോക്ക സമൂഹങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ വോയിസ് ചെയ്തിട്ടുള്ള ആളാണ്. വേടനോട് ബഹുമാനമാണ്, ആദരവാണ്, രാഷ്ട്രീയമായ എതിരഭിപ്രായം ഉണ്ടെങ്കിലും. പക്ഷെ വേടനെ ചേർത്ത് പിടിക്കുകയും മുകേഷ് നായരെ തെളിയകറ്റുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോ നിരപരാധിയായ, അതിനെ കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾ കൂടെ ഭാഗമായി പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രസ് മീറ്റ് വിളിക്കാനുള്ള അടിസ്ഥാന കാരണം തന്നെ കോടതി നിരപരാധിയാണെന്ന് സൂചിപ്പിക്കുന്ന, കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്ന, കോടതിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആനുകൂല്യം കിട്ടുന്ന ഒരു വ്യക്തിയെ പ്രവേശനോത്സവത്തിന് വിളിച്ചതിൽ ഒരു മന്ത്രി അന്വേഷണം ഉത്തരവിടുകയും ഇനി അവിടുത്തെ ഏതെങ്കിലും ടീച്ചർമാർക്കെതിരെ ആക്ഷൻ ഉണ്ടാകും, ആരെങ്കിലും ഒക്കെ സസ്പെൻഡ് ചെയ്യും. എന്തിന്? ആരോടെങ്കിലും പുറത്ത് കലി തീർക്കുകയാണ്. ഒന്ന് ആലോചിച്ച്. പുള്ളി ഒരു സംഘടനയുടെ പേരൊക്കെ പറയാം, JCA വളരെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. സ്കൂളുമായിട്ട് സഹകരിച്ച് അവിടെ പരിപാടി നടത്തിയത്. JCA വിളിച്ചു, സ്കൂളിന്റെ ആൾക്കാരെ വിളിച്ചു. നമ്മൾ ഈ ആൾക്കാരെ എങ്ങനെങ്കിലും രീതിയിൽ കരിവാരി തേക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മുകേഷിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ 2 മക്കളുണ്ട്, മുകേഷിന്റെ വീട്ടിലും 10-15 ദിവസം ഒരു മകളുണ്ട്. നമുക്ക് എല്ലാ വീട്ടിലും ബുദ്ധിമുട്ടിയും പ്രാരാബ്ദങ്ങളും ഉള്ളവരാണ്. പക്ഷെ നാളെ എനിക്കെതിരെ ഒരു കേസ് വന്നാൽ ഇത് തന്നെയാണ് പ്രശ്നം. അതായത് എനിക്ക് 2 മക്കളുണ്ട്, കണ്ടോ, ഈ പോക്സോ കേസിലെ പ്രതിയാണ്. ആ കേസ് വ്യാജമാണ്. എല്ലാവരും കണ്ടാൽ ഈ നിങ്ങളുടെ ചാനലുകളെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രമുഖമായ ചാനൽ ഇതേപോലെ, ഞാൻ വളച്ചിരുത്തി പറയണ്ട, തുറന്നു പറയാം, റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെ ഇതേപോലെ വ്യാജ കേസല്ലേ വന്നു. അരുൺ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. വേറൊരു വ്യക്തിയാണ് ആ പെൺകുട്ടിയോട് സംസാരിച്ചതിനെ കുറിച്ച് പരാമർശിച്ചത് ഡോക്ടർ അരുൺകുമാർ, പോക്സോ കേസിലെ 1-ാം പ്രതി. ഈ പോക്സോ ഒക്കെ എത്രമാത്രം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് കുട്ടികളുടെ നേരത്തെ സംഭവിച്ചത്. 6.5 മാസം പുള്ളി ഒളിവിൽ കഴിഞ്ഞു. 6.5 മാസം. 2 പ്രധാനപ്പെട്ട സിനിമയിലെ അവസരങ്ങൾ പുള്ളിക്ക് നഷ്ടമായി. 10-15 ലക്ഷം രൂപ നഷ്ടമായി. നമ്മൾ പറയുന്നത് തമാശയല്ല, ഒരാളുടെ ജീവിതത്തിലെ സമ്പാദത്തെ കുറിച്ചാണ്.
6.5 മാസം. അതിനിപ്പം അനുകൂലമായിട്ട് സുപ്രീം കോടതി അതിന് ഉത്തരവ് കൊടുത്തു. സുപ്രീം കോടതി അനുകൂലമായിട്ട് കൊടുത്തു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് മുകേഷിലേക്ക് പോവാം. എന്താ സുപ്രീം കോടതിയിലെ കേരള സർക്കാർ വാദിച്ചതെന്ന് അറിയാമോ? ജയേന്ദ്രന്, കുട്ടിക്കൽ ജയേന്ദ്രന് ജാമ്യം കൊടുക്കാതിരിക്കാൻ രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് നടത്തി ഈ കേസിൽ ഇടപെടാൻ ശ്രമിച്ചു. സുപ്രീം കോടതിയിൽ അരമണിക്കൂർ നമ്മുടെ മുൻ ഹൈക്കോടതി ജഡ്ജിയായ വസന്തും സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ് അദ്ദേഹം, കേരള സർക്കാരിന്റെ അഡ്വക്കേറ്റ് വാദിച്ചത് ഞാൻ പ്രസ് മീറ്റ് നടത്തിയ ശരിയോ തെറ്റോന്നാണ്. ഒന്നും പറയാനില്ല. അപ്പൊ ഒരിക്കൽ ഒരു പ്രതിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെങ്കിലും പറഞ്ഞ അയാളെ താറടിക്കുക എന്നൊരു ശ്രമമാണ് നടക്കുന്നത്. 100% അപലപനീയമാണ്. 100% മുകേഷ് നായരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. കാര്യം മുകേഷ് നായർ ഒരു അതിജീവിതൻ ആണ്. അതിജീവിതൻ എന്ന് പറഞ്ഞാൽ വ്യാജ കേസിൽപ്പെട്ട് അതിൽ നിന്ന് പോരാടി വിജയിച്ച ഒരു അതിജീവിതനാണ് മുകേഷ്. അതിജീവിതകളെ എല്ലാം ബഹുമാനമാണ്. വ്യാജ പരാതി കൊടുക്കുന്നവരെ എല്ലാം ശരിയായ അതിജീവിതകളെ ബഹുമാനമാണ്. അതേപോലെ ഒരു അതിജീവിതനാണ് മുകേഷ് നായർ. കാരണം പുള്ളിയെ വ്യാജ കേസിൽ പെടുത്തി എല്ലാരും കാണുന്ന ഷൂട്ടിങ്ങിന്റെ ഭാഗമായി നിന്ന് ഇദ്ദേഹത്തെ പോക്സോ കേസിൽ പെടുത്തി ഇദ്ദേഹത്തെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായി നിന്നു. ആ കോടതി അനുകൂലമായി നിൽക്കുമ്പോൾ മന്ത്രിദേഹവും മാധ്യമങ്ങളും ഇദ്ദേഹത്തിനെതിരായി നിൽക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുകേഷിനെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജേർണലിസ്റ്റ് എടുത്തിട്ടുള്ള ആളാണ്. നാഷണൽ ചാനലിൽ കേരള ശേഷമാണ് കോർപ്പറേറ്റിലോട്ടും പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്ക് മാറുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നമ്മള് ഈ കേസ് വന്നതിന് ശേഷവും കേസ് നടക്കുമ്പോഴും പോലീസ് കേസ് എടുത്തതിന് ശേഷവും നടക്കുമ്പോഴും അല്ല അതിന് ബെയിൽ കിട്ടിയതിനു ശേഷവും എനിക്ക് വരുന്ന ഇനോഗ്രേഷൻസിന്റെയോ അല്ലെങ്കിൽ പ്രൊമോഷൻസിന്റെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിന്റെ എണ്ണത്തിലോ കുറവ് വന്നിട്ടില്ല. ഒരുപക്ഷെ കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഈ കേസ് വരുന്ന സമയത്ത് 16-ാം തീയതി ഏപ്രിൽ 16-ാം തീയതി മുതൽ ഞാൻ യുഎയിലാണ്. അപ്പൊ 22-ാം തീയതി 23-ാം തീയതിയാണ് കേസ് വരുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ തിരിച്ച് വരുന്നു. അപ്പൊ യുഎയിൽ കുറച്ച് പ്രോഗ്രാമായിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ചു വരുന്നു. വന്നതിന് ശേഷം വന്നതിന്റെ അന്ന് മുതൽ ഈ പറയുന്ന ആ ദിവസം വരെ എല്ലാ ദിവസവും എനിക്ക് ഇനോഗ്രേഷൻസും പ്രോഗ്രാമാണ്. നമ്മളെ ആൾക്കാരെ വിളിക്കുന്നു. എന്നെ വിളിച്ചത് സ്കൂളിന്റെ ബിഹാറിൽ JC ആണ് വിളിക്കുന്നത്. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്, പ്രവേശനോത്സവമാണ്. എനിക്ക് അന്ന് തന്നെ വേറെ 3 പരിപാടിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അങ്ങനെയാണ് ഫംഗ്ഷൻ ഞാൻ പങ്കെടുക്കുന്നത്. നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുത്തു, വ്യാജ കേസ് എടുത്തു. കോടതി അതിന് മുൻകൂർ ജാമ്യം നിന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു കേസിന് കോടതി ബെയിൽ തരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെയിൽ തരണമെങ്കിൽ അതിന് മെറിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ കോടതി എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, അത്രയും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളെ പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്ന ഒരൊറ്റ തത്വത്തിൽ മാത്രമേ ഉള്ളൂ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടില്ല. അതെനിക്ക് ഉറച്ച വിശ്വാസമാണ്. അതിന്റെ ഒരൊറ്റ ബേസിൽ തന്നെ ഞാൻ ഇപ്പോഴും പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിൽ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോടതി ഞാൻ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഞാൻ ആ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എത്തി. അത് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ഐ എം ഡാം കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. അത്ര കോൺഫിഡൻസ് ഉള്ളതാണ് ഞാൻ പറയുന്നത്. അത്രയും കോൺഫിഡന്റ് എനിക്ക് വിധി വരുന്നവരുണ്ട്. കാരണം ആത്യന്തികമായി വന്ന വിധി വളരെ പോസിറ്റീവാണ്. കാരണം കോടതി ആ ബെയിൽ ഓർഡറിൽ വ്യക്തമായി പറയുന്നുണ്ട് ഫോൾസ്ലി ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ്, ആ ഗ്രൗണ്ടിലാണ് എനിക്ക് ബെയിൽ തരുന്നത്. കാരണം പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഷൂട്ട്, ഒരു റിസോർട്ടിൽ 10-25 മോഡൽസിനോടൊപ്പം നടക്കുന്ന ഒരു ഷൂട്ട്, ഇവിടെ അമ്മയുണ്ട്, റിസോർട്ടിന്റെ ആൾക്കാരുണ്ട്. 2.5 മാസം കഴിയുമ്പോൾ ഞാൻ ആ കേസിൽ പ്രതിയാവും. വളരെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എനിക്ക് സത്യം ഇത് ഞാൻ തന്നെ എന്റെ വാർത്ത ഈ ദുബായിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ നിന്ന് ഞെട്ടിപ്പോയി. ഞാൻ ഓക്സോ കേസിൽ എങ്ങനെ പ്രതിയാവുന്നു? എന്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടിക്ക് 15 വയസ്സ് താഴെയാണ്, അല്ല 15 വയസ്സേ ഉള്ളൂ. ആ കുട്ടി സമ്മതമില്ലാതെ ആണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നത്. ആ കുട്ടി കൊളാബ് ചെയ്തിരുന്ന വീഡിയോ കേസ് കൊടുത്തത് 3 ദിവസത്തിന് ശേഷമുള്ള കുട്ടി കൊളാബ് റിമൂവ് ചെയ്ത് എല്ലാത്തിന്റെ പ്രൂഫ് കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ ഇനോഗ്രേഷൻസിന്റെയും അല്ലെങ്കിൽ ബ്രാൻഡിംഗ് ആൻഡ് പ്രൊമോഷൻസിന്റെയും പേരിൽ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാളാണ്. അപ്പൊ ബേബി മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിന് എന്നോട് പൊതുവെ ഒരു ദേഷ്യമുണ്ട്. പല പോസ്റ്റുകളിലും പല ഇതിലൊക്കെ ഞാൻ ഒരുപാട് ബോഡി ഷേമിംഗ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് കൂടുതൽ കാണുന്നത്. നമ്മൾ ഏതൊരു വീഡിയോന്റെ ആയാലും തടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറെ ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വലിയ കെയർ ചെയ്യാറുണ്ട്. കാരണം ബോഡി ഷേമിംഗ് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരാളല്ല, പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. ഈ ബോഡി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പം ഇതെല്ലാം അങ്ങനെ ആയിരിക്കും നമുക്ക് ഉള്ള ഒരാളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാതിരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സാധനം വരികയും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നിർബന്ധിച്ച് അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും ചെയ്തത്. പക്ഷെ കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി, ആ ഒരു കോടതിയിലുണ്ടായ ഒരു വിശ്വാസമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ എനിക്കിപ്പോ ഞാൻ സംസാരിക്കും. ആ ഒരു വിശ്വാസം എനിക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വഴിവിട്ട് പറയാൻ പറ്റില്ല. കാരണം കേസ് നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ കോടതി. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്, അതൊക്കെ നമ്മളിവിടെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം
പൊതുവേ ഉള്ള എനിക്ക് പറയാൻ പറ്റുന്ന എന്റേതായ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒരു ഫാബ്രിക്കേറ്റഡ് കേസായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗ്രാവിറ്റി ഉള്ള ഒരു കേസിൽ നമുക്ക് ബെയിൽ കിട്ടിയത്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും നാളെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും ആദ്യം പോകുന്ന ഒരു പരാതിയാണ്. പരാതിയിൽ FIR ലോഡ്ജ് ചെയ്യും, ഉറപ്പാണ്. പ്രത്യേകിച്ച് പോക്സോ കേസാണെങ്കിൽ FIR 100% ലോഡ്ജ് ചെയ്യും. അപ്പൊ അവിടെ പ്രതിയായി, പിന്നെ വാർത്തയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ എയറിലായി. നമ്മള് അതിനുശേഷം പക്ഷെ എനിക്ക് ബെയിൽ കിട്ടിയപ്പോൾ ആരും വാർത്ത കൊടുത്തില്ല. ആകെ ഈ പ്രധാനമായി ആദ്യം പുറത്തു കൊണ്ടുവന്ന ചാനലിനോട് ഞാൻ വിളിച്ച അതിലൊരു ഉദ്യോഗസ്ഥനോട് അഭ്യർത്ഥിച്ചു, ഈ ഒരു വാർത്ത ഒന്ന് കൊടുക്കാമോ ചേട്ടാ. ആ ചേട്ടൻ വാർത്ത കൊടുത്തു. സത്യം എനിക്ക് അതിനോട് വളരെയധികം ആദ്യം കൊണ്ടുവന്ന ചാനൽ അവരെ അതിന്റെ ന്യൂസ് ആങ്കറിനെ ഞാൻ വിളിച്ചു. അത് വായിച്ച ന്യൂസ് ആങ്കറാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം അത് വാർത്ത കൊടുത്തു. പക്ഷെ ചെറിയ ഒരു 2 സെക്കൻഡ് വാർത്തയായിട്ട് ചോദിക്കും, മുകേഷ് ഞങ്ങൾക്ക് മൻസൂറിലാണ്. അത്രേ ഉള്ളൂ. ആ കേസിന്റെ ഗ്രൗണ്ട് എന്തായിരുന്നു, എന്ത് അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം കൊടുത്തു, എന്ത് മെറിറ്റ് ആയിരുന്നു അതിൽ പറഞ്ഞില്ല. മേ ബി അവരുടെ സമയക്കുറവുണ്ടായിരിക്കാം. പക്ഷെ ഇത്തരം കേസുകളിൽ കോടതി ഒരാളെ അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുമ്പോൾ കോടതി ബെയിൽ കൊടുക്കുമ്പോൾ അതിൽ കോടതി പറയുന്ന ഫൈൻഡിങ്സ് ഒക്കെ പറയുന്നത് അത് നിങ്ങൾ വാർത്തയാക്കണം. അല്ലാതെ നാളെ ഈ ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്നതോ അല്ലെങ്കിൽ മൈക്ക് പിടിച്ചിരിക്കുന്നതോ നിങ്ങൾക്കെതിരെയും വരാൻ ഒരു ആരോപണം. ആ സമയത്തും ഈ ഒരു ഇന്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇന്നേ വരെ ഞാനൊരു 100+ മോഡൽസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആരും എനിക്കൊരു പരാതി വന്നില്ല. ഈ പരാതി വരുന്നത് ഒരു ഇൻഫ്ലുവൻസറാണ് ആദ്യമായിട്ട് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത്. അതിനുശേഷമാണ് ഒരാഴ്ച അത് സോഷ്യൽ മീഡിയയിൽ ഓടി അതിനുശേഷമാണ് ഇതൊരു പെൺകുട്ടിയുടെ പാരന്റ്സിനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു ഫേക്ക് കേസാണെന്ന് കൊച്ചുകുട്ടികൾ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വീണ്ടും ഇതുപോലൊരു പരിപാടിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ പോയി പങ്കെടുക്കുന്നു. അവിടെ വെച്ചിട്ട് അത് വലിയ വിവാദമാണ്. അതും ഈ ചാനലുകളിൽ വിളിച്ച് ഒരു കൂട്ടം ഇൻഫ്ലുവൻസേഴ്സ് ആണ് പ്രോബ്ലം ഉണ്ടാക്കിയതാണ് എനിക്ക് ചാനലുകളിൽ നിന്ന് അറിയാൻ പറ്റും. അവർ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, പോക്സോ കേസിൽ പ്രതി സ്കൂളിൽ മുഖ്യാതിഥിയായി വരുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, കുട്ടികളുമായി സെൽഫി എടുക്കുന്നു, കുട്ടികൾ അയാളുമായിട്ട് സെൽഫി എടുക്കുന്നു. ഇതൊക്കെ തെറ്റല്ലേ? നിങ്ങൾ എന്ത് വാർത്ത കൊടുക്കുന്നില്ല? ചാനലുകളിൽ എല്ലാ ചാനലുകളും പ്രമുഖമായ എല്ലാ ചാനലുകളും ഫോളോ പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വാർത്ത കൊടുത്തു. മന്ത്രി സ്കൂൾ അധികൃതരെ വിളിച്ച് വിശദീകരണം തേടി. അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മൾ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുണ്ടാണ്. വേറെ എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവർ എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എല്ലാവരും വിളിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നെ മാത്രം വിളിക്കുക, അല്ലെങ്കിൽ പ്രൊമോഷൻ വിളിക്കണം, അല്ലെങ്കിൽ ഇനോഗ്രേഷൻ വിളിക്കുന്നത് ഞാൻ ആഴത്തും നിർബന്ധം പിടിക്കാറില്ല. എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞ് വേറൊരു കോളേജിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറയണം ഞാൻ ആ കോളേജിൽ പോവാതിരിക്കണം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും അവരോട് പറയുന്നുണ്ട്, ഞാൻ വരണോ വേണ്ട, വന്നാൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാവും, വേണ്ട. അപ്പൊ അവർക്ക് അതാണ് ആവശ്യം. എന്താ പറയാനാണ്, ഞാൻ അങ്ങനെ അവരോട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത്തരം അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതല്ല. കാരണം ഒരു പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തൊരു പരിപാടിയിലും വേറൊരു പരാതി ഉണ്ടായാൽ അവിടെയും കേസാണ്. മനസ്സിലായില്ലേ? അത്ര പബ്ലിക് പരിപാടിയാണത്. അതിലൊരു പ്രശ്നമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രശ്നമേ, ഇവരൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നവരും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കമുള്ള. മുകേഷ് സാറിന്റെ നിരപരാധിത്വം മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഇനോഗ്രേഷൻസ് കിട്ടി. പക്ഷെ എല്ലാവർക്കും ഇത്ര രീതി ഫൈറ്റ് ചെയ്തോളൊന്നുമില്ല. ഞങ്ങൾ ദുബായിലാണ് കണ്ടത്. മുകേഷ് എന്നെ ദുബായിൽ നിന്നാണ് കണ്ടത്. ഞാൻ ദുബായിലാണ് ആ സമയത്ത്. മുകേഷ് കൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഫൈറ്റ് ചെയ്യാനോ ആ പ്രിവിലേജോ ഉണ്ടാവില്ല. ഇനി ഇത് മുകേഷ് നായരുടെ വിധിന്യായത്തിലെ കോടതി വിധിന്യായത്തിലെ 7ാം പാരഗ്രാഫാണ്. ഞാൻ ആ വാക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടത്തെ കോടതി, സുപ്രീം കോടതി അടക്കം കോട്ട് ചെയ്ത് പറയുകയാണ്, ഞങ്ങൾ prima facie of the view that petitioner has been falsely enrolled in the crime. അദ്ദേഹം ഈ ലിബർട്ടി മിസ്യൂസ് ചെയ്യില്ല എന്ന് ഉറപ്പും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ പലവിധ സുപ്രീം കോടതിയെ കോട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് മുൻകൂർ കൊടുത്താൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ആ കാഴ്ചപ്പാടാണ്. കോടതിക്ക് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന് മറ്റൊരു കാഴ്ചപ്പാട്? Paragraph 7. The power within us 482 of BNSS could be exercised. അതായത് കോടതിയുടെ പവറാണ്. Only when a special case is made out. The power of 482 of BNSS could be exercised only when a special case is made out. That too recording reasons thereof in cantina of the decisions of the Apex Supreme Court held that anticipatory bail can only be granted in exceptional circumstances where the court is of the prima facie view that petitioner has been falsely enrolled in the crime and would not misuse his liberty. B.K. Ganesh Babu versus P.T. Manoharan AAR. AAR State of Maharashtra versus Mohammad Sajid. അങ്ങനെയുള്ള കേസാണ്. അങ്ങനെയുള്ള കേസിലാണ്. പിന്നെന്താ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് കോട്ട് ചെയ്ത് എന്തോ ഹൈക്കോടതി ജഡ്ജ്മെന്റ് കാര്യം സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അല്ലേ പ്രമേയം കോട്ട് ചെയ്ത്
peruse the prosecution records, it is admitted that the victim and her mother went to the location for the photo shoot. എന്റെ വരിയല്ല, അടുത്ത് വന്നാൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. For the photo shoot. Significantly, the mother was present with the victim during the entire course of the shoot. Full course of shoot ഉണ്ടായിരുന്നു. The petitioners are social media influencers and professional models. According to the prosecution, the shoot took place on 12/2/2025, while the FIR was lodged only on 22/4/2025. The video recorded during the shoot was subsequently published on the social media. There was no immediate complaint raised regarding the said video. Furthermore, there is no material placed before the court to suggest that the victim participated in the photo shoot against her will or under coercion or persuasion by the petitioner in criminal miscellaneous petition number 1095 of 2025. At the time of photo shoot, several female artists were also present in this location. It is a well-principled state. അങ്ങനെ ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് ആയി കണ്ടുകൊണ്ട് മുകേഷ് നായർക്ക് ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു കോടതി പറയുമ്പോ പിന്നെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? വേറെ നമ്മുടെ സർക്കാരിനെതിരൊരു നിലപാട് എങ്ങനെ എടുക്കാൻ പറ്റുക? പക്ഷെ ഇതിലെ പ്രധാന പ്രശ്നം അവിടെയല്ല, അവിടെയാണ് മീഡിയക്കാർ അഡ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുകേഷ് നായർ അൺടച്ചബിൾ ആയി തുടരണം. മുകേഷ് നായരെ പരിപാടിക്ക് വിളിക്കണം. ഇനി കണ്ട ഇൻഫ്ലുവൻസേഴ്സിനെ വിമർശിച്ചുകൂടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവര് ഈ ഇൻഫ്ലുവൻസേഴ്സിനിടയിലുള്ള കിടമത്സരങ്ങൾ കൂടി ഇതിന് പ്രശ്നമാണ്. മുകേഷ് നായർക്ക് കൂടുതൽ ബ്രാൻഡ് അലോക്കേഷൻ കിട്ടുന്നു, കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു, കൂടുതൽ റീച്ചും വ്യൂസും കിട്ടുന്നു. അതുകൊണ്ട് ബാക്കി ചിലർക്ക് പ്രശ്നം. ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ഇൻഫ്ലുവൻസർ, അതുകൊണ്ട് പേര് പറയുന്നില്ല, അദ്ദേഹം വെളി വരികയാണെങ്കിൽ പേര് പറയും, അദ്ദേഹവും പേഴ്സണലി പറയുകയും ചെയ്യാം. അദ്ദേഹവും ഇന്നലെ എന്നെ വിളിച്ചു. അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെ വ്യാജ കേസ് ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇതിന്റെ പ്രശ്നം നമ്മൾ കോണ്ടന്റിൽ ഫൈറ്റ് ചെയ്യണം, അല്ലാതെ വ്യാജ കേസ് വെച്ച് ഫൈറ്റ് ചെയ്യണം. ഈ പണ്ട് ബാബുക്കോയ സന്ദേശത്തിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരുത്തം വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഏതെങ്കിലും പെണ്ണ് കേസിൽപ്പെടുത്തി പരമാവധി ഇല്ലാതാക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. അങ്ങനെ മിസ്യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ അവസാനം കുട്ടിക്കാരി രംഗന്റെ കേസിൽ എന്താ പറ്റിയെന്നറിയോ? വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഈ ആളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏത് ബന്ധുവെന്ന് പറയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ബന്ധു ഈ വ്യക്തിക്കെതിരെ അവർക്ക് പണി കൊടുക്കാനായി കേസ് കൊടുക്കും. ഒരാളുടെ ജീവിതം തകരുകയാണ്, അവസരങ്ങൾ തകരുകയാണ്. മുകേഷ് ഇതിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. മുകേഷ് കോൺഫിഡന്റ് ആയി ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഒരു വിജയബാബുവോ ഒരു നിവിൻ പോളിയോ ഉള്ള കുറച്ച് ആൾക്കാരെ ഫൈറ്റ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർ ചൂളിപ്പോവും, അവരിലേക്ക് തന്നെ ഒതുങ്ങും. ഇതിന് ഇവരെല്ലാം ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൂടെ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പറ്റാം. ഇങ്ങനെ ഇനിയും വ്യാജ കേസിന്റെ വിക്ടിമാണ് നിങ്ങളെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംസാരിക്കുക, മിണ്ടാതിരിക്കരുത്. നമ്മുടെ അഡ്വക്കേറ്റ്സ് അടക്കം നമ്മളോട് വന്ന് പറയും ഒന്നും വേണ്ടത്, കോടതിയുടെ അപ്രീതി ഉണ്ടാവും. കോടതിയുടെ അപ്രീതി ഒന്നും ഉണ്ടാവാൻ പോണില്ല, ഇതൊരു സബ്ജുഡീസ് വിഷയമാണ്, അതിന്റെ പരിമിതികൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഞാൻ അഡ്വക്കേറ്റ് ആണ്, പുള്ളി ലോ പഠിക്കുന്ന ആളാണ്. സംസാരിച്ചില്ലെങ്കിലുള്ള പ്രശ്നം നിങ്ങളെ പലപ്പോഴും പൊതുസമൂഹം തെറ്റിദ്ധരിക്കും, നിങ്ങളെ പലപ്പോഴും നാട്ടുകാരെ തെറ്റിദ്ധരിക്കും. ഈ ഏതെങ്കിലും ഒരു കേസിൽ ക്ലോഷർ ഉണ്ടാകുന്ന കേട്ടിട്ടുണ്ടോ? ഇനി അന്വേഷണം എന്ന് പറഞ്ഞാൽ കാലാകാലം പൊക്കോണ്ടിരിക്കും. ഇനി അന്വേഷണം എന്ന് പറഞ്ഞു. ഇനി എനിക്കെതിരെ ഇന്നലെ നമ്മുടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. ഹണി റോസിന്റെ കേസിൽ എനിക്കെതിരെ അന്വേഷണം ഹാജരാകണമെന്ന് പറഞ്ഞു. അതായത് ഇന്നലെ നമ്മുടെ അനീഷ് ജോയ് അവിടുത്തെ എറണാകുളം കേസിൽ ഇന്നലെ അടിക്ക് ലെറ്റർ വന്ന 14 ദിവസം ഞങ്ങൾ അന്വേഷിക്കാൻ, എനിക്ക് എന്തോന്ന് അന്വേഷിക്കാനാണ്? ഞാൻ TV ചാനലിൽ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്ത് അന്വേഷിക്കാനാണ്? ഇതൊരു പ്രൊസീജിയർ പോലെ ഇങ്ങനെ കാലാകാലം ചടങ്ങ് പോലെ പോലീസുകാർ കൊണ്ടുപോകും. പോലീസുകാർക്ക് ഇതിനെതിരെ പറയാൻ പറ്റാത്തതറിയോ? പോലീസുകാരോടൊക്കെ ഞാൻ പേഴ്സണലി സംസാരിച്ചോണ്ട് പറയാം, മുകേഷ് കേസിൽ പുള്ളി ഇന്നസെന്റ് ആണെന്ന് പോലീസുകാർക്ക് അറിയാം. എന്റെ കേസിൽ ഞാൻ ഇന്നസെന്റ് ആണെന്ന് പോലീസുകാർക്ക് അറിയാം. പക്ഷെ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധരാകും. ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞാൽ കണ്ടോ പുരുഷ മേധാവികൾക്ക് ചൂട്ടുപിടിക്കുന്നവരാകും. ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇല്ലെങ്കിൽ എന്ത് അന്വേഷിക്കാനാണ്? ഒന്ന് ആലോചിച്ച പോലീസ് എന്ത് അന്വേഷിക്കും? ഓൾറെഡി ഉള്ള വീഡിയോയില് ഓൾറെഡി പ്രിലിമിനറി ഇവരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തു കോടതിയിൽ പോയി. പോലീസ് എന്ത് അന്വേഷിക്കാൻ പോണേ? ഞാൻ ഹണി റോസിൽ ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത്, ഒരു പ്രമുഖ ചാനലാണ്, ആ ചാനലിന്റെ ആൾക്കാരോട് കാണും. ആ ചർച്ചയിൽ നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, ലൈംഗിക അധിക്ഷേപം നടത്തി. പോലീസ് എന്തോന്നാ അന്വേഷിക്കുന്നത്? എന്ത് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നത്? അപ്പൊ കുറെ മെനക്കെടുത്താനായിട്ട് ഞാൻ ദിവസം അയച്ച ചാനലിൽ പോയാൽ സംസാരിച്ചത് എന്റെ വീഡിയോയിലാണ് പറഞ്ഞത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയും. ഒരു 6-7 മാസം മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ വെച്ചിരിക്കും. ചീത്തയാക്കാതെ 6-7 മാസം ഒരു കാർഡിൽ പൊതിഞ്ഞ് വെച്ചേക്കും. ഞാൻ കോടതിയിൽ റിക്വസ്റ്റ് കൊടുത്ത് തിരിച്ചു മേടിക്കണം. മെനക്കെടുത്ത് എന്നൊരു പ്രോസസ് അല്ലാതെ ഒരു പ്രോസസ്സും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര വ്യാജ കേസുകളായി കാണുന്നു ഒന്ന് ദയവായി ആലോചിക്കുക. നിവിൻ പോളിക്കെതിരെ വ്യാജ കേസുണ്ട്, നമ്മുടെ വിജയബാബുവിനെതിരെ വ്യാജ കേസുണ്ട്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കേസുണ്ട്. ഈ വ്യാജ പരാതി കൊടുത്ത ഒരു സ്ത്രീകൾക്കെതിരെ നടപടി എടുത്തു. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. മുകേഷ് നായരുടെ കോടതി നാളെ വ്യാജ കേസാണെന്ന് പറയട്ടെ. നിവിൻ പോളിയുടെ വ്യാജ കേസാണെന്ന് പൂർണ്ണമായിട്ടും പോലീസുകാർ തന്നെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തു. ആ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടി എടുത്തു. ആ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്തു, നടപടി എടുക്കുകയും ചെയ്തു. തന്നെ 3 ദിവസം ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ്, അല്ലെങ്കിൽ റേപ്പ് ചെയ്തു എന്നാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തത്.
ആ സമയത്ത് നിവിൻ പോളി കൊച്ചിയിലായിരുന്നു. ആ കൊച്ചിയിലായ നിവിൻ പോളി ദുബായിൽ വെച്ച് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഡിസംബർ 14, 15, 16. അവസാനം കൊച്ചിയിലാണ് തെളിഞ്ഞപ്പോ ആ പെൺകുട്ടി നിങ്ങളുടെ അടക്കം ചാനലിൽ വന്ന് ഒരു മടിയില്ലാതെ പറയുകയാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറി പോയതാണ്. ആ പെൺകുട്ടിക്കെതിരെ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു. ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ DGP ധർമ്മേഷ് സാറിനെ കാണാൻ പോയി. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ബഹുമാനപ്പെട്ട DGPയെ കാണാൻ പോയിരുന്നു. സാർ, ഈ വ്യാജ പരാതികൾക്കെതിരെ ഒരു ഫ്രെയിംവർക്ക് വേണം, നടപടി വേണമെന്ന് പറഞ്ഞു. പുള്ളി സ്നേഹത്തോടെ അനുഭാവത്തോടെ കേട്ടു. അദ്ദേഹത്തിന്റെ കൈകളും ചങ്ങലയ്ക്ക് ഇട്ടുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാര്യം പോലീസിന് ലിമിറ്റേഷൻ ഉണ്ട്. നിവിൻ പോളി പരാതി കൊടുത്തു. എന്തെങ്കിലും ആക്ഷൻ എടുത്തു. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ലെവലിനെ കട്ടി കുറച്ചുകൂടെ വലിയ ലെവലിൽ നിൽക്കുന്ന സിനിമാ താരങ്ങളിലെ പ്രമുഖരാണ്. അപ്പൊ നിവിൻ പോളിക്കോ ഉമ്മൻചാണ്ടി സാറിനോ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ 49 ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. 49 ക്രിമിനൽ കേസ്. അപ്പോ ആണുങ്ങളെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം ഓർക്കുക. നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങളുടെയും എന്റെയും മകൻ, സഹോദരൻ, അച്ഛൻ, സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മളിൽ ആർക്കും ആ പരാതി വരാം. അങ്ങനെ ഒരു പരാതി വന്നാൽ നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ ശമ്പളം, നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, ഇവരിൽ നിന്നെല്ലാം നമ്മൾ പരിഹാസവും അവഗണനയും പുച്ഛവും ഒക്കെ ഏറ്റുവാങ്ങുകയും കേസിലെ പ്രതിയാണ് അവൻ അച്ഛൻ എന്ന് പറയുകയും ചെയ്യും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കണം. അവിടെയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഏക സജഷൻ, റൈറ്റ് ടു പ്രിവസി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതുപോലെ അക്യൂസ്ഡിനും ഉണ്ടാകണം. അതായത് ആരോപിതനും ഒരു റൈറ്റ് ടു പ്രിവസി ഉണ്ടാകണം. ആ കോടതി കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ ഇവരുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ചിരുന്നത്. അഥവാ അങ്ങനെ ഉപയോഗിച്ചാൽ മുകേഷ് പറഞ്ഞതുപോലെ ഫോളോ അപ്പ് വാർത്തയും കൂടെ കൊടുക്കണം. ഇതിന് ഒരു ചാനലാണ് പ്രധാനമായിട്ട് കൊടുത്തത്, ബാക്കി ചാനലൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കോടതി മുകേഷ് നായരെ അനുകൂലിച്ചതെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക്. ജഡ്ജ്മെന്റ് തെറ്റല്ല. FIS means first Information. ഞാൻ കണ്ടില്ല സർ. ശരി, പ്ലീസ് ക്വസ്റ്റ്യൻസ് പ്ലീസ്. എന്തെങ്കിലും അതുപോലത്തെ മിസ്റ്റേക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായത് ചൂണ്ടിക്കാട്ടും. ഞാൻ അഭിജിനെ അയച്ചുതരികയും ചെയ്യാം നമ്മുടെ PDF കോപ്പി. ആർക്കെങ്കിലും എന്റെ ബെയിൽ ഓർഡറിന്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ പേഴ്സണലി അയച്ചുതരാം. എന്റെ PDF ആയിട്ടുണ്ട്. എന്റെ റിലീസ് എടുത്തോണ്ട് വരാത്ത ആവശ്യമുള്ളവർക്ക് മതിയല്ലോ. ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി തന്നെ അയച്ചു. കോടതിയിൽ നിന്ന് നേരിട്ട് തന്നെ കോപ്പി. വളരെ കോടതി തന്നെ എൻ്റെ അകത്ത് ഒരുപാട് അഡ്വക്കേറ്റ്സ് പറയുന്നുണ്ട്. വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം ആരെങ്കിലും ജഡ്ജ്മെന്റ് കോപ്പി വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. എന്നോട് പറഞ്ഞാൽ പേഴ്സണലി അയച്ചുതരാം. ഇതിനകത്ത് എനിക്ക് ഉറപ്പായ ഒരു കാര്യം, ഞാൻ നിരപരാധികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളുമായിട്ട് അഡ്വക്കേറ്റിനെ സമീപിക്കുന്നു. അഡ്വക്കേറ്റ് ഞാൻ ഇവിടെ നാട്ടിൽ പോലും അല്ലായിരുന്നു. അഡ്വക്കേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി തെളിവുകളുടെ, കാരണം വായിച്ചാണ്, രാഹുൽ വായിച്ചാണ് അത് കോടതി എന്തുകൊണ്ട് ജാമ്യം തന്നത്. അപ്പം പ്രൈമ ബേസിലി നമ്മൾ ട്രാക്ട് ആയതുകൊണ്ടാണ്, പോളിസിലി അല്ലെങ്കിൽ കൂടെ ആയതുകൊണ്ടാണ്. പിന്നെ അതിലുപരി പല കാര്യങ്ങളുണ്ട്. ഇത്രയും പബ്ലിക് ആയിട്ട് നടക്കുന്ന ഒരു ഷൂട്ടിൽ നമുക്ക് ഒരു കേസ് ഇങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതെല്ലാം കണക്കിലെടുത്തിട്ട് തന്നതാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിൽ തന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് എനിക്ക് പറഞ്ഞത്. ഒരൊറ്റ കാര്യം മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും കേസുണ്ട്. SNC ലാലും കേസ്. എത്ര വർഷം അദ്ദേഹത്തെ വേട്ടയാടി, മുഖ്യമന്ത്രിയെ വേട്ടയാടിയ കേസുണ്ട്. ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അദ്ദേഹം അസംബ്ലി കയറിയിട്ട് ഇതുപോലത്തെ ഒരു ഡൈസിന്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ആ കേസ് പുള്ളിയെ വേട്ടയാടിയിട്ടുണ്ട്. ഒരുപാട് കേസുകളിലേക്ക് പ്രതികളായിരുന്ന ആൾക്കാർ. ഇതൊക്കെ ഒരാളുടെ പേരിൽ ഒരു കേസ് ഉണ്ടാവുന്നത്, അത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന കേസ് ഇതാണ്. എന്റെ ഒരു ക്രിമിനൽ കേസ് ഇല്ല. ചരിത്രത്തിൽ എന്റെ പേരിൽ ആകെ 2 എക്സൈസ് പെറ്റി കേസുണ്ട്. അത് ഞാൻ ബാർ ഉദ്ഘാടനം ചെയ്തതിന് ഉള്ള കേസാണ്. കാരണം ബാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബാർ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് എന്റെ നയം. അപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നതിൽ 2 പെറ്റി കേസുകൾ ഒഴിച്ച്, എക്സൈസ് കേസുകൾ ഒഴിച്ച് വേറെ ഒരു ക്രിമിനൽ കേസുള്ള ഒരാളല്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് എന്റെ പേരിൽ ഒരു കേസ് വരുന്നത്, ഒരു ക്രിമിനൽ കേസ്. ആ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള പോക്സോ കേസ്. പക്ഷെ അതില് പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈംഗിക അതിക്രമം കാണിച്ചാണ്. അല്ല, അത് പറയുന്നത് നമ്മൾ അവരുടെ സമ്മതമില്ലാതെ ഫോട്ടോയും വീഡിയോയും പകർത്തി ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മോഡൽസിനിടയിൽ വരുന്ന ഒരു മോഡലിലൂടെ ഞാൻ അവരുമായിട്ട് വളരെ എന്താ പറയുക, എന്റെ കൈകാലം എത്തുന്ന ഡിസ്റ്റൻസിൽ പോലും അല്ല അഭിനയിച്ചിരിക്കുന്നത്. അതെല്ലാം വീഡിയോസ് പോലീസിനും ഒക്കെ ഉണ്ട്. കോടതിയും പരിശോധിച്ചാണ്. അതുകൊണ്ടാണ് എനിക്ക് ഫീൽ കിട്ടിയത്. മനസ്സിലായത്? കാണും. പക്ഷേ അമ്മ കൂടെ അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ ഞാൻ പറഞ്ഞില്ലേ, എന്റെ വായും കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു കേസ് നിലവിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് പച്ചയ്ക്ക് പലതും പറയാൻ പറ്റും. കേസിന്റെ വിധി വരട്ടെ, ഞാൻ പറയുന്നുള്ളൂ. ഞാനിത് വെല്ലുവിളിയായിട്ട് എപ്പോഴും പറയുന്നു.
കേസിൽ ഞാൻ അപരാധിയാണെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ലൈഫ് 3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഞാൻ. എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിന്നെ എനിക്ക് UAE ടിക്ടോക്ക്, ഇത്രയും ഐഡീസ് ഉള്ള ആ മൊമെന്റിൽ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്യും. ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എനിക്ക് കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഐ എം ഇന്നസെന്റ്, ഐ വിൽ പ്രൂവ് ഐ എം നോട്ട് ഗിൽറ്റി. പിന്നെ നിയമത്തിൽ അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിയമത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടുണ്ട്, പക്ഷെ ഒരു നിരപരാധി പോലും അത് ശിക്ഷിച്ച ചരിത്രം ഇതുവരെ ഇല്ല, എനിക്കറിയില്ല. അപ്പൊ അത് ആ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു കാര്യം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? ആ വേടന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. വേടനെ ചേർത്ത് നിർത്തിയതുപോലെ മുകേഷന്മാരെ ചേർത്ത് നിർത്തിയില്ലെങ്കിലും ചവിട്ടി അകറ്റായിരുന്നാണ്. ചവിട്ടി അകറ്റാതിരിക്കുന്ന ഒരു മര്യാദയെങ്കിലും കാണിക്കണം. ചേർത്ത് നിർത്തണമെന്നോ സർക്കാർ പരിപാടി കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു വേദിയിൽ വിളിക്കുമ്പോഴേ ഒരാളെ അപമാനിക്കാനും ഒരാളെ എന്താ പറയുക ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അന്വേഷണം എന്നൊക്കെ പറയാനുമുള്ള ഇപ്പം വേടനും മുകേഷൻ നായർക്കും 2 നീതി എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എനി ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദയവായി നിങ്ങൾ ചോദിക്കണം. കാര്യം എന്നിട്ട് നിങ്ങൾ മുകേഷ് നായരുടെ ഭാഗത്തിന്റെ വാർത്തയും കൊടുക്കണം. അദ്ദേഹം കേസിൽ ജയിച്ച ആളും കൂടെയാണ്. അദ്ദേഹം കേസിൽ ജയിച്ച ആളാണ്, അനുകൂലമായ വിധി നേടിയ ആളാണ്. പലപ്പോഴും ഈ മാധ്യമങ്ങളിൽ മനഃപൂർവ്വം ടാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എതിരാളികൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മീഡിയക്കാർക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ കഴിയുക. കാര്യം മീഡിയയുടെ ഫ്രണ്ടിൽ ഒരു വ്യാജ പരാതി കൊടുത്ത് അതൊന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് രാവിലെ ഞാൻ പ്രമുഖ പേര് പറഞ്ഞ മാതൃഭൂമി ചാനലിൽ ഞാൻ ഫോണിൽ സംസാരിക്കാം. നമ്മുടെ മാധു അടക്കം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു എങ്ങനെയാണ് ഒരു പോക്സോ പ്രതിയെ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെ. അവിടെയാണ് അതിലൊരു കോണ്ടെക്സ്റ്റ് ഇല്ലേ, പുള്ളിക്ക് അനുകൂലമായ വിധി വന്നില്ലേ. കേട്ടാ തോന്നുന്നു പുള്ളിയെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. കുറ്റക്കാരനല്ല, ഞാൻ മുൻകൂർ ജാമ്യം കൊടുത്തു. ലീനിങ് ടുവേർഡ്സ് ഏതാണ്? ഇനി 2 കോടതി ഇനി ആദ്യത്തെ വിധിച്ചു. കുറ്റം പറയുന്നതല്ല. അല്ല, അങ്ങ് പറയാൻ നല്ല പോയിന്റാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ ചോദിച്ചോട്ടെ, ഒരു സംശയമാണ്. എന്തായാലും കുറ്റം ആരോപിച്ചു, പോക്സോ ആണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല, കുറ്റക്കാരനായിട്ടില്ല. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളാണല്ലോ പോക്സോ എന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഒന്ന് വിധി വന്നിട്ട് നമുക്ക് പോയാൽ കുട്ടികള് വളരെ ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ കണ്ടപ്പോ ബിഗ് ഫാൻ ബ്രോ എന്റെ വീഡിയോ ഉണ്ട്, എന്റെ ക്യാമറമാൻ പറഞ്ഞ വീഡിയോ ഉണ്ട്. ബിഗ് ഫാൻ ബ്രോ എന്ന് പറഞ്ഞ് വിളിച്ച് ഓടി വന്ന കുട്ടികളാണ് ഞാൻ കാണുന്നത്. അപ്പൊ കുട്ടികളുടെ പിള്ളേർ മനസ്സിൽ കള്ളവില്ലെന്ന് അല്ല, ഞാൻ ഇത്രയും എന്നെ വളരെ ആഗ്രഹിച്ച് എന്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ പോവാതിരിക്കണം. ഇനി മുതൽ നാളെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഞാൻ പോവാതിരിക്കണം. അതിലൊരു മന്ത്രിയെ പേടിച്ച് ഞാൻ പോകാതിരിക്കണം. ഞാനൊരിക്കലും അങ്ങനെ ചെയ്തു. കാരണം എന്നെ വിളിക്കുന്നിടത്തോളം കാലം, എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ പങ്കെടുത്തിരിക്കും. കാരണം എന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്, മനസ്സിലായത്. അപ്പൊ അവര് വേണ്ടാന്നുണ്ടെങ്കിൽ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാം. അല്ലെങ്കിൽ വലിയ ഒരു പ്രാക്ടിക്കൽ മറുപടി കൊടുക്കട്ടെ. ഈ കേസ് തീരാൻ എത്ര കാലം എടുക്കുമെന്നാണ് നിങ്ങളുടെ ഒരു അസംഷൻ? എങ്ങനെയാണെങ്കിൽ 3-4 വർഷം അന്വേഷണം, വീണ്ടും അന്വേഷണം, ചോദ്യം, ഇനി ആരെങ്കിലും വിധി വന്നാൽ അതിന് എതിർ ചോദ്യം. അപ്പൊ ഈ 4-5 വർഷം കൊണ്ട് പരിപാടിക്കൊന്നും പോകാതിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ നിയമ സംവിധാനത്തിലെ പ്രാക്ടിക്കൽ ഇഷ്യൂ. ഇത്രയും കാലം പുള്ളി പോകാതിരിക്കണോ? അങ്ങനെ പോകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വ്യാജ പരാതി കൊടുക്കുന്നത്. അതായത് ഇവൻ പരാതിക്കാരനാണ് എന്ന് പറഞ്ഞ് ഒരു മുഖമിട്ട് ഇവനെ വൃത്തികേടാക്കാൻ ശ്രമിക്കുന്നവരല്ലേ അത് ചെയ്യുന്നത്. അപ്പൊ അവളോടൊപ്പം എന്ന് പറയുന്നത് ഇനി 2 നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇന്നസെന്റ് അങ്ങനെയാണല്ലോ നമ്മുടെ തത്വമല്ലേ, ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇത് മുകേഷ് നായർക്ക് മാത്രമല്ല, നമ്മുടെ സഖാവ് MA ബേബി ദിലീപേട്ടന്റെ സിനിമ കാണാൻ പോയി. ശ്രീ MA ബേബിക്കെതിരെ സജീറാക്കണോ? കേട്ടാ തോന്നും ദിലീപിനെ കുറ്റക്കാരനാണ് കോടതി പറഞ്ഞത്. ഈ മാസം പുള്ളിയുടെ വിധി വരും. 100% എഴുതി വെച്ചോളൂ. 99% പുറത്ത് പറഞ്ഞത് 99% പുള്ളിക്ക് അനുകൂലമായ വിധി വരും. കാര്യം കേസിന് മെറിറ്റൊന്നുമില്ല. പുള്ളിയുടെ ശത്രുക്കൾ എന്ത് ചെയ്തു? പുള്ളിയെ മോശക്കാരനായിട്ട് ഒരു കേസ് ഉണ്ടാക്കി. ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഇനി ഈ കേസുകൾക്ക് എന്തെങ്കിലും ഒരു അവസാനമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ കേസുകൾക്ക് എന്തെങ്കിലും അവസാനമുണ്ടോ? അവസാനം ഇല്ലെന്നൊരു കൗതുകത്തോടെ കാര്യം പറയാം. നിങ്ങൾ അറിഞ്ഞിരിക്കാനാ, നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി ബാക്കി 6 പേർക്കെതിരെയും കൂടെ പരാതി കൊടുത്തു. നിവിൻ പോളിയുടെ അതേ കേസിൽ തന്നെ. അവര് കഷ്ടകാലത്തിന് ആ സമയത്ത് ദുബായിലുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്ത് അന്വേഷണം നടക്കുകയാണ്? പോലീസ് എന്താ അന്വേഷിക്കുന്നത്? അതായത് 7 പേർക്കെതിരെ പരാതി കൊടുത്തു. ഒരാളാണ് നിവിൻ പോളി. അത് വ്യാജ പരാതിയാണെന്ന് പോലീസ് കണ്ടെത്തി. നിവിന്റെ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു. ബാക്കി 6 പേർക്കെതിരെ പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തന്വേഷിക്കുകയാണ്? അപ്പൊ ഈ കാലം മുഴുവൻ അവർ പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം. ഈ കാലം മുഴുവൻ അവർ അകന്നു നിൽക്കണം. ഇനി 2, ഈ പുള്ളിക്ക് അത്യാവശ്യം വെൽ ഓഫ് ആണ്. പുള്ളിക്ക് ബ്രാൻഡിങ്ങിന് ഒരുപാട് കിട്ടുന്നുണ്ട്. സാധാരണക്കാരനൊന്നും അവൻ പെട്ടുപോവാൻ എത്ര ലക്ഷം രൂപയാണ് ചെലവാകുന്നത്? ഇപ്പൊ ഇത് നമ്മുടെ ജില്ലാ കോടതി, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവാകും? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ശ്രീ സിദ്ദിഖിന് ഏറ്റവും കുറഞ്ഞത് 30-40 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. അപ്പുറത്തെ പെൺകുട്ടിയുടെ ചെലവ് ഫേസ്ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് 3 തവണ മാറിയ സ്റ്റേറ്റ്മെന്റ്.
10-30-40 ലക്ഷം രൂപ ഒരാൾക്ക് ചിലവാകുകയാണ്. കാര്യം എന്താ? ഇപ്പൊ മുകേഷ് ഇപ്പം പറഞ്ഞില്ല, എന്റെ ജീവിതത്തിൽ ഒരു പെറ്റി കേസ് പോലും എനിക്ക് വന്നില്ല. നമ്മുടെ എല്ലാവരാണ്, ഞാൻ അങ്ങനെ കേസിൽ ഒന്നും പെട്ടില്ല. അത് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ അഭിമാനമാണ്. കാര്യം അങ്ങനെ കേസിൽ പെട്ടാൽ ഞാനെന്തോ മോശക്കാരനാണ് എന്ന് നാട്ടുകാർ കരുതും എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഈ കേസിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിജയബാബു ജോർജിയയിലോട്ട് പോകുന്നത്. മറ്റേ സിദ്ദിഖ് സാറ് ലുക്കൌട്ട് നോട്ടീസ് ഡൽഹിയിലാണ് പോയത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് പോയത്, ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ 6 മാസം നമ്മുടെ ഇദ്ദേഹം ഒളിച്ചു താമസിക്കുന്നത്. കാര്യം പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ആഴ്ച ജയിലിൽ കിടന്നാൽ ജാമ്യം കിട്ടും. പക്ഷേ ജീവിതകാലം മുഴുവൻ ആ ചാപ്പ കിടക്കും. എന്താ പോക്സോ കേസിലെ പ്രതിയാണ് കുട്ടികൾ ചെയ്തത്. എന്താ ഒരു പെൺകുട്ടിയെ അവസരം നൽകി പീഡിപ്പിച്ചാൽ ശ്രമിച്ച ആളാണ് സിദ്ദിഖ്. ഈ മീഡിയ നിങ്ങളെ പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഈ പരാതി കൊടുക്കുന്ന ഒരു മീഡിയക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പറ്റിക്കാനാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസാക്ഷി വെച്ച്, സത്യസന്ധത വെച്ച്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയോ കുട്ടിയോ പീഡിപ്പിക്കപ്പെടുന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ധാർമ്മിക ബോധം വെച്ച് നിങ്ങൾ വാർത്ത കൊടുക്കും. ഈ സ്പേസിനെ, നിങ്ങളുടെ നന്മയാണ് ഈ വ്യാജ പരാതിക്കാർ ചൂഷണം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മുകേഷ് എന്നത്, ഈ മുകേഷ് അല്ല, മറ്റേ സിനിമയുടെ മുകേഷ്. ഞാൻ മുകേഷേട്ടനെ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു. മുകേഷേട്ടൻ പറഞ്ഞില്ല, എന്നോട് ഒരു സ്ത്രീ വിളിച്ചിട്ട് ചോദിക്കുകയാണ് 1 ലക്ഷം 10 ലക്ഷത്തെ എന്റെ മോക്ക് അഡ്മിഷൻ വേണം. അവരുടെ മോക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് മുകേഷാണ് 1 ലക്ഷം 10 ലക്ഷം കൊടുക്കേണ്ടത്. ഇത് തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്. പുള്ളിയുടെ അതൊന്നും ഇപ്പം കാണിക്കാമല്ല, കോടതി തെളിവായിട്ടുള്ളതുകൊണ്ട്. ചേട്ടാ അച്ഛന് വയ്യ, കുറച്ച് കാശ് തരണം. ആ കുട്ടിയുടെ അച്ഛന് വയ്യാത്തത് വിഷമകരമായ ഒരു അവസ്ഥയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ അച്ഛന് വയ്യെന്ന് പറഞ്ഞ് മുകേഷാണ് ആകാശ് കൊടുക്കേണ്ടത്. അപ്പം തന്നില്ല. അപ്പം ആ കുട്ടിക്ക് ദേഷ്യം ഇതായിരിക്കും. ഒരു പ്രശ്നം വന്നപ്പം പുള്ളി സഹായിച്ചില്ല എന്ന് തോന്നലായിരിക്കും. അപ്പം വേറെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ചു. നിങ്ങൾക്കെതിരെ ഇത് നാളെ വന്നൂടെ? നിങ്ങൾക്ക് എന്ത് ചെയ്യും? പിന്നെ മുകേഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. മുകേഷ് പണ്ട് ടിവിയിൽ എന്നെ ഈ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കാണും. മുകേഷ് ഇയാൾക്ക് വട്ടാണോ, ഇയാൾക്ക് എന്തിന്റെ പ്രശ്നമാണ്? പക്ഷെ പുള്ളിക്ക് നേരെ ഒരു കേസ് വന്നപ്പോഴാണ് ആ പൊള്ളല് മനസ്സിലായത്. മുകേഷ് എന്നോട് ആദ്യം എന്ന് പറഞ്ഞു, അതും കൂടെ പറഞ്ഞ് നമുക്ക് സീരിയസ് ആയിട്ട് ഞാൻ പലപ്പോഴും ആവശ്യം ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പൊ അതിൽ ഒരു ദിവസം പുള്ളി എന്ന് പറയുന്നുണ്ട്, പുരുഷ കമ്മീഷൻ ഇത് നടക്കുന്ന കാര്യം എന്തിന്റെ ആവശ്യമാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് രാഹുൽ ഈശ്വറും അല്ലെങ്കിൽ ഒരു മെൻസ് അസോസിയേഷനും എനിക്കൊരു നല്ലൊരു അഡ്വക്കേറ്റിനെ സജസ്റ്റ് ചെയ്യാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മൈൻഡപ്പ് ചെയ്തു. നമ്മളെ ഡയറക്ടർ രഞ്ജിത്ത്, അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ഒരു കേസ് വന്നു, ഒരു സ്വർഗരതി ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ പരാതി കൊടുത്ത ആള് ഒരു പരാതി കൊടുത്തിരുന്നു. ഈ 2015 സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലിൽ വെച്ചാണ് അയാൾ പീഡിപ്പിച്ചത്. പക്ഷെ സംഭവം നമുക്ക് 2012 ആ സമയത്ത് ആ ഹോട്ടലിൽ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. പക്ഷെ രഞ്ജിത്ത് അതിനകത്തൊന്നും അറിയില്ലേ, അദ്ദേഹം മോശക്കാരനായില്ലേ. പിന്നെ തെളിഞ്ഞു വന്നപ്പോൾ ആ ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്ത് 2015 പക്ഷെ 2012 ഈ പീഡനം നടന്നിരിക്കുന്നത്. അങ്ങനെ ഹോട്ടൽ ആ സമയത്ത് അവിടെ ഇല്ല. ഇത്തരം ഒരുപാട് ക്ലാസിക് എക്സാമ്പിൾസ് ഉണ്ട്. നിവിൻ പോളി, ദിലീപ് ഏട്ടന്റെ കേസ്, എല്ലാം എന്നെ ഒരുപാട് പേര്, എനിക്ക് പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് സിനിമാ മേഖലകളിൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു, ഐക്യദാർഢ്യം പറഞ്ഞിരുന്നു. മുകേഷ് ഫൈറ്റ് ചെയ്യണം, നമുക്കൊക്കെ വേണ്ടി, നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മുകേഷ് മുൻനിരയിൽ നിന്ന് പറയണം, ഫൈറ്റ് ചെയ്യണമെന്ന് ഒരുപാട് പേര് വിളിച്ചിരുന്നു. പൊളിറ്റിക്കലി ഒരുപാട് പേര് വിളിച്ചിരുന്നു. പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞില്ല, അവര് മോശക്കാരൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പറയേണ്ടതല്ല. ഒരുപാട് പേര് വിളിച്ച് പറയുന്ന കാര്യമാണ്. കാരണം ഇത് നാളെ ആർക്കും വരാവുന്ന ഒരു കാര്യമാണ്, ആർക്കും എപ്പോഴും സംഭവിക്കും. കാരണം പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾക്കെതിരെ വരാം വ്യാജ പരാതികൾ. ഈ 4900 വ്യാജ പോക്സോ കേസുകളാണ് കഴിഞ്ഞ വർഷം കോടതി കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. 4900, 1-2 അല്ല, 1000 പോട്ടെ, 2000 അല്ല, 4000, ഒരു വർഷം. അപ്പൊ അത്തരം കേസുകളാണ് ആൾക്ക് ഇതിന്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കേസുകളിൽ ഇനി ആരും പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്യും. കാരണം എനിക്ക് കോൺഫിഡൻസ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളടത്തോളം കാലം ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ലൈഫ് എൻഡ് ചെയ്യാം. ഒരു സാധനം കോടതി പറയുകയാണെങ്കിൽ ഹീസ് ഗിൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ മൊമെന്റ്, നിങ്ങൾ ഇത്രയും പേര് സാക്ഷി നിർത്തി, ലോകത്തെ സാക്ഷി നിർത്തി, ഇത്രയും മാധ്യമങ്ങൾ നിർത്തിയാണ് ആ മൊമെന്റിൽ എന്റെ ഓൾ ദ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വിൽ ബി ഡിലീറ്റഡ്. ആ മൊമെന്റിൽ എനിക്ക് 4 അക്കൗണ്ട് ഉണ്ട്, 4 അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. അത്രയും കോൺഫിഡന്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു കോൺഫിഡൻസിൽ എല്ലാവർക്കും എന്ന് എനിക്ക് ഒരുപക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും സംസാരിക്കാനോ ആൾക്കാർ നേരിടാനൊക്കെ മടിയുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം കൂടെ പറയേണ്ട, ആർക്കെങ്കിലും എതിരെ കള്ളപ്പരാതി, വ്യാജപരാതിയൊക്കെ വരികയാണെങ്കിൽ ആരും വിഷമിക്കരുത്. നല്ലൊരു വക്കീലിനെ കാണുക, നിങ്ങൾ പോരാടണം. ഒന്നുമില്ലെങ്കിൽ നമ്മളെയൊക്കെ ബന്ധപ്പെട്ടാൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനൊരു അനുഭവസ്ഥനായതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് രാഹുൽജിയോട് ചേർന്നിട്ട്, കാരണം അതിജീവിതൻ എന്ന് അദ്ദേഹമാണ് അങ്ങനെ ടൈറ്റിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹമായിട്ട് ചേർന്നിട്ട് എല്ലാ ഇതുപോലുള്ള
വ്യാജ പരാതികൾക്കെതിരെ പോരാടുന്ന അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞാൻ, അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഇതേ ഒരു പ്രസ് കോൺഫറൻസ് നടത്തണം മുകേഷ് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ വരാൻ കാരണം അല്ലെങ്കിൽ ഇതിന് സംസാരിക്കാൻ കാരണം തന്നെ ഇനി ഒരു പുരുഷന്മാർക്കെതിരെയും ഇതുപോലുള്ള വ്യാജ പരാതികൾ വരാതിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അല്ലെ കൃത്യമായ സത്യാവസ്ഥ നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. അതിനായിട്ട് ആരും പിന്നോട്ട് പോരും. വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ലതാണ്, ആരാന്റെ അച്ഛനെതിരെ വ്യാജ പരാതി വന്നാൽ കാണാൻ നല്ലതാണ്. നമുക്ക് ഒരുപാട് തത്വം പറയാം, ഹോളിയർ ദാനവും പറയാം. പക്ഷെ സ്വന്തം അച്ഛനും സ്വന്തം അമ്മയ്ക്കും നമുക്കും അത് സംഭവിക്കുമ്പോഴേ അതിന്റെ വേദനയുള്ളൂ. ആ വേദന ഞാൻ വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ട്, ആ വേദന മുകേഷ് അറിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിൽക്കുന്ന 99% ഒരുപാട് പേർ ഇപ്പം പ്രകടമായ കേസുകൾ വെച്ച് പ്രസിദ്ധിക്കാണെങ്കിലും വിജയബാബു ആണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും ഉമ്മൻചാണ്ടി സാർ ആണെങ്കിലും ദിലീപേട്ടൻ ആണെങ്കിലും ഒരുപാട് പേർ അറിഞ്ഞിട്ടുണ്ട്. ഈ വ്യാജ പരാതികളുടെ ഒരു കൾച്ചർ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണം. അതിന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാർത്തയെങ്കിലും കൊടുക്കണം. അതിന് കോടതിയെ കാട്ടി നമ്മുടെ മാധ്യമങ്ങൾക്കാണ് കഴിയുക. നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഇത്ര മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്റെ കോണ്ടാക്ട് നിങ്ങൾക്ക് അങ്ങനെ വ്യാജ പരാതികളല്ലോ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യാജ പരാതിയാണ്. ഞങ്ങൾ എല്ലാമൊന്നുമല്ല വ്യാജ പരാതികൾ നമ്മൾ വെറ്റ് ചെയ്യുകയും പരിശോധിച്ചിട്ടേ എടുക്കും. ഇനി ആ മെൻസ് കമ്മീഷന്റെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 140 MLA-മാർക്ക് നിയമസഭ കോപ്പിയായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഈശ്വറല്ല, നമ്മൾ നിയമസഭയിൽ സ്വകാര്യ ബില്ലായിട്ട് എൽദോസ് കുന്നപ്പള്ളി ഇത് കൊണ്ടുവരാൻ സ്പീക്കറുടെ അനുമതി തേടി. സ്പീക്കർ അനുമതി തന്നു, അതുകൂടെ അറിയണം. ശ്രീ ഷംസീർ അനുമതി തന്നു. 140 MLA-മാർക്കും ഇത് നിയമസഭാ സെക്രട്ടേറിയറ്റ് കോപ്പിയായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവതരിപ്പിക്കാനുള്ള ആ ദിവസങ്ങളിൽ അടുപ്പിച്ച് ശ്രീ VD സതീശൻ അത് കോൺഗ്രസിനുള്ളിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കാതിരുന്നത്. അതുകൊണ്ട് അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടി പോലെ പുരുഷ സമ്പർക്ക പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യാജ പരാതി വന്നെങ്കിൽ എന്റെ വ്യക്തിപരമായ നമ്പർ 9567212345 ആണ്. എന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിയമസഹായം, നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, കോച്ചിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നാളെ ഒരു പുരുഷന് ഇത് പറ്റാതിരിക്കാനാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ സഹോദരൻ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അച്ഛൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ മകൻ, നമ്മുടെ ബന്ധു ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കുമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടെയാണ്. താങ്ക് യു. ഞാൻ അഡ്വക്കേറ്റ് ആയിട്ടില്ല, നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എന്റെ കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽജിയും പിന്നെ നമ്മുടെ മെൻസ് അസോസിയേഷനൊക്കെയാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യാജ പരാതികളോ വ്യാജ കേസുകളോ ഒക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും രാഹുൽജിയെ ബന്ധപ്പെടുന്നതോടൊപ്പം തന്നെ എന്നെയും നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദയവായി എന്നെയും ബന്ധപ്പെടാം. എന്റെ നമ്പർ 9846094947 നമ്മൾ ഉണ്ടാവും. കാരണം ഞാനിപ്പോ വന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാനൊപ്പം ഒരുപാട് ഇതുപോലെ വ്യാജ പരാതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ ഒരു മീറ്റിംഗിൽ പോയിരുന്നു മെൻസ് അസോസിയേഷൻ. അന്ന് മനസ്സിലാക്കി 100 കണക്കിന് ആൾക്കാരാണ് അവിടെ ഇതുപോലെ കേസിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ട ആൾക്കാരാണ്. ജീവിതം തകർന്ന് പിന്നെ കോടതി അവർ വെറുതെ വിട്ട ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും അവരുടെ ജീവിതം തകർച്ചയില്ല. അങ്ങനെ ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനും 24/7 ഉണ്ടാവും. താങ്ക് യു.